കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കൊതി കേട്ടോ. പൊതിച്ചോറ് കഴിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊതി വരും. അപ്പോൾ ഉണ്ടാക്കി കഴിക്കും. പിന്നെ വയറിനൊന്നും സുഖമില്ലായിരുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് മാറ്റി മാറ്റി വെച്ചിരുന്നു. പിന്നെ മടിയും ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര മടിയായിട്ട് അങ്ങനെ മടിച്ചിരുന്നു. അപ്പോൾ ഞാൻ വേദയെ കൊണ്ട് അമ്മയൊന്ന് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വേദ പറഞ്ഞു, നാളെ പൊതിച്ചോറ് ഉണ്ടാക്കി വയ്ക്കും, അമ്മയ്ക്ക് കഴിക്കാൻ കൊതിയൊന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അതിനെന്താ വന്നോളൂ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. നമ്മളെന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അതപ്പം വയ്യായികയൊന്നും ഇല്ലെങ്കിൽ അതപ്പോഴേ സെറ്റാക്കി തരും കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അതേ പൊതിച്ചോറെല്ലാം റെഡിയാണ്, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അമ്മുമ്മ, വാസന്തി അമ്മുമ്മ, അമ്മയുടെ കുഞ്ഞമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മുമ്മയ്ക്കും പൊതിച്ചോറെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് സമയം ഞങ്ങളെല്ലാവരും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. വേദയ്ക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാം എല്ലാം കഴിഞ്ഞിട്ടാണ് നേരെ ഞവളെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇവിടെ നിന്നാണ്, ലഞ്ച് പൊതിച്ചോറാണ് കേട്ടോ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ കഴിക്കാനുള്ള സമയം. പിന്നെ ഒട്ടും വൈകാതെ ഒട്ടും ക്ഷമയില്ലാതെ ആ പൊതിച്ചോറ് തുറക്കാനായിട്ട് പോയി. ഇത് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയായിരുന്നു. എന്നിട്ട് വീണ്ടും ഞാൻ തുറക്കുകയാണ്. തുറന്നപ്പോൾ വളരെ ദയനീയമാണ് ആ പൊതിച്ചോറിൻ്റെ അവസ്ഥ. കാരണം വാഴയിലയുടെ ക്ഷാമം കേട്ടോ നിങ്ങളീ കാണുന്നത്. വാഴയിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്, അങ്ങനെ കീറിയ വാഴയിലേക്ക് കിട്ടി. അതിലൊക്കെയാണ് അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് പൊതിച്ചോറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാകെ കുളച്ചളമായി കേട്ടോ. അതിനെടുത്ത് നേരെ ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചു. ആ ഭംഗിയൊക്കെ അങ്ങ് പോയി കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, ഇതെല്ലാം കൂട്ടിക്കുഴച്ചാലും നമ്മൾ കഴിക്കുന്നതിനുള്ള ഒരു ആശ്വാസത്തിൽ ആ ഇലയെന്ന പ്ലേറ്റിലെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചെടുത്ത് വെച്ച് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ അമ്മയ്ക്ക് മെനു കൊടുത്തിരുന്നു കേട്ടോ. ഓംലെറ്റ് ഉണ്ട്, ചെറുപയർ തോരനുണ്ട്, പിന്നെ ഉണക്കമീൻ വറുത്തതുണ്ട്. ആയിക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചമ്മന്തി, മാങ്ങായും ഉടങ്കല്ലി മുളകൊക്കെ ഇട്ട് നമ്മുടെ വേദയുടെ അമ്മൂമ്മ, കോമള അമ്മൂമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി, ആ ചമ്മന്തി ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ട്. ഇത് മുള്ളുവാള എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പറയുമെന്ന് എനിക്കറിയാം. നിറയെ മുള്ളൊക്കെ ഉള്ള മീൻ, ആ മീനാണ് കേട്ടോ. പിന്നെ പപ്പടമുണ്ട്, പിന്നെ നമ്മുടെ പൊട്ടാറ്റോ മെഴുക്കുവരട്ടി ഉണ്ട് കേട്ടോ. പിന്നെ അച്ചാറുകളുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. ഇതെല്ലാം വേണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ അഡീഷണലായിട്ട് അമ്മ വെച്ചത് പപ്പടമാണ്. ഞാൻ ചോദിച്ചു പപ്പടം വയ്ക്കാൻ പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആ ഒരു ഭംഗിക്ക് വെച്ചതാണേ എന്ന് അമ്മ ഇങ്ങോട്ടും പറഞ്ഞു കേട്ടോ. പക്ഷേ എങ്കിലും പപ്പടം ആയിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് എണ്ണമാങ്ങ കേട്ടോ, എണ്ണമാങ്ങ അച്ചാറൊക്കെയാണ് അമ്മ പിക്കിളിട്ട് കൊടുക്കാനായിട്ട് ഇട്ടതിൻ്റെ ബാക്കി വന്നത് എടുത്തതാട്ടോ. അടുത്ത വേദയുടെ പൊതി കഴിക്കുകയാണ്. വേദയ്ക്ക് പൊതിച്ചോറൊന്നും അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. പിന്നെ അതിലുള്ള അച്ചാറൊക്കെ കഴിക്കും, വേറെ കറികളൊന്നും കൂട്ടത്തില്ല. ഉണക്കമീനോ ഓംലെറ്റോ ഒന്നും വേദയ്ക്ക് വേണ്ട കേട്ടോ. അതങ്ങനെ ഒരു ജന്മം. ചിക്കൻ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും വേദ കഴിക്കും. അതും ചോറിനോടൊന്നും താല്പര്യമില്ല. ചിക്കൻ ഫ്രൈ ആണെങ്കിൽ കഴിക്കും, അല്ലാണ്ട് കറിയോ അങ്ങനെയൊന്നും കഴിക്കില്ല. അപ്പോൾ വേദയുടെ പൊതിച്ചോറും കഴിക്കുകയാണ്. ആ ഇലയുടെ അവസ്ഥയും ദയനീയമാണ്. പക്ഷേ എൻ്റെ അത്ര ഗതികേട് വന്നില്ല. ഞാൻ ഇതിനിടയ്ക്ക് ഒന്നുകൂടെ തുറന്നു നോക്കി കേട്ടോ. അതുകൊണ്ടാണ് ആ ഇല തീരെ അങ്ങനെ ആയിപ്പോയത്. വേദയുടെ ഇലയിലും എല്ലാ കറികളും വെച്ചിട്ടുണ്ട്. അതിൽ ഫിഷൊന്നും വെച്ചിട്ടില്ല കേട്ടോ. വേദ കഴിക്കില്ല എന്നറിയാമെന്നുള്ളതുകൊണ്ട് അമ്മ വച്ചിട്ടില്ല. പിന്നെ നമ്മുടെ അമ്മൂമ്മ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അമ്മൂമ്മയ്ക്കും പൊതിച്ചോറ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്കും പൊതിച്ചോറാണ് ഇന്ന് കഴിക്കാനായിട്ടുള്ളത് കേട്ടോ. വേദ എണ്ണമാങ്ങ അച്ചാർ കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറയാം കേട്ടോ. അത് അമ്മ ഒരാൾക്ക് പിക്കിളിട്ട് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയതാട്ടോ. അതിൻ്റെ ബാക്കി ഇരുന്നത് എടുത്തതാണേ. ഞാനുണ്ടല്ലോ കുറച്ച് ചോറും തോരനും ചമ്മന്തിയും ആ ഉണക്കമീൻ്റെ മസാലയും ഓംലെറ്റിൻ്റെ കുറച്ച് സൈഡും അമ്മയുടെ സ്പെഷ്യലായ എണ്ണമാങ്ങ അച്ചാറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉരുട്ടി എൻ്റെ വായിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. നിങ്ങളുടെ വായിലോ? എല്ലാം കൂടെ ഉരുട്ടിയിട്ട് ഒരു ഉരുള എടുത്ത് വായിക്കകത്ത് ഇങ്ങനെ വയ്ക്കണം. അപ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടില്ലാണ് കേട്ടോ. അപ്പാര ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ കൊതി വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഓടിപ്പോയി നാളത്തെ ലഞ്ച് പൊതിച്ചോറാക്കിക്കോ കേട്ടോ. അപ്പോഴേ എൻ്റെ പൊതിച്ചോറിന് എനിക്കിത് മസ്റ്റാണ്. ഞാനൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കൊതിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. മസ്റ്റായിട്ട് എൻ്റെ പൊതിച്ചോറിൽ പയർ തോരൻ വേണം, ചെറുപയർ തോരനായിരിക്കണം, പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ഉണക്കമീൻ, ഓംലെറ്റ്, ചമ്മന്തി, ഇത്രയും സാധനം ഉറപ്പായിട്ടും വേണം. പിന്നെ മീൻ പീരയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചെമ്മീനില്ലേ, ചെമ്മീൻ ഫ്രൈ ഒക്കെ വേണം. അത് വേറൊരു ടേസ്റ്റാണ്, അതും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒഴിച്ചുകറി ഉണ്ടായിരുന്നു കേട്ടോ. മോര് ഒഴിച്ചുകറി ഉണ്ടായിരുന്നു. എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഇത്രയും കറി മാത്രം മതി. അപ്പോൾ അമ്മുമ്മയും വേദയും അച്ഛനും ഒക്കെ ഒഴിച്ചുകറി കൂട്ടി, അച്ഛൻ കഴിച്ചില്ല തോന്നുന്നു, ഒഴിച്ചുകറിയൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണേ, നമ്മുടെ പപ്പി കൂടെ ഒരു പൊതിച്ചോറ് കെട്ടി വയ്ക്കാത്തത്, പപ്പി എന്താ ഈ വീട്ടിലുള്ളതല്ലേന്ന് പറഞ്ഞാൽ അച്ഛന് അതൊരു വിഷമം, പപ്പിക്ക് പൊതിച്ചോറ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. പപ്പി കുറച്ച് ജാടയുള്ള പപ്പിയാട്ടോ. നമ്മൾ കഴിക്കുമ്പോഴത്തെ ഫുഡൊന്നും പപ്പി കഴിക്കില്ല. പപ്പി VIP ഫുഡൊക്കെ കഴിക്കത്തുള്ളൂ. ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ. തലേ ദിവസത്തെ ഫുഡ് കഴിക്കില്ല, ഫ്രിഡ്ജിൽ ഇരുന്നത് കഴിക്കില്ല. അങ്ങനെയൊക്കെ ഭയങ്കര ശീലമുള്ള പപ്പിയാട്ടോ. അങ്ങനെ വയറ് നിറച്ച് ഞാൻ ചോറ് കഴിച്ചു. ശരിക്കും ചോറുണ്ടായിരുന്നു. അതായത് സാധാരണ ഞാൻ കഴിക്കുന്നതിലും കൂടുതൽ ചോറുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര സ്വാദോടു കൂടി ഒരു പൊതിച്ചോറ് കഴിച്ചു. അടിപൊളി ഊണായിരുന്നു കേട്ടോ.
എന്നിട്ട് നോക്കിയപ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പോൾ ഇവിടെ സ്വീറ്റ്സ് സ്നാക്സ് ഒന്നും അങ്ങനെ വാങ്ങി വെക്കാറില്ല കേട്ടോ. ഇവിടെ കൊച്ചുകുട്ടികളാരും ഇല്ലല്ലോ. അപ്പോൾ അതേ ഫ്രൂട്ട്സ് ആയിട്ട് ഫ്രിഡ്ജിൽ ഗ്രേപ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. പുളിപ്പായിരിക്കും എന്ന് കരുതി, പക്ഷെ നല്ല മധുരമുള്ള നല്ല അടിപൊളി ഗ്രേപ്സ് ആയിരുന്നു കേട്ടോ. അതത്രയും ഞാൻ തന്നെ ഇരുന്ന് കഴിച്ചു. വേറെ ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിട്ട് ഇതെനിക്ക് ഞാൻ ശകലം എടുത്തിട്ട് ഞാൻ കഴിച്ചതാണ് കേട്ടോ. വേദയ്ക്കൂടെ എടുത്തതാണ്. അത് അത്രയും ഞാൻ തന്നെ അതിൻ്റെ മധുരം കൊണ്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരമുള്ള ഗ്രേപ്സ് ആയിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ നല്ല തണുത്ത് സെറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് കഴിക്കാൻ നല്ലതായിരുന്നു. ഈ ചൂട് സമയത്ത് തണുത്ത സാധനം എന്തെങ്കിലും കഴിക്കുമ്പോൾ ഭയങ്കര തൊണ്ടയ്ക്കും ദേഹത്തിനും ഒക്കെ ഭയങ്കര ആശ്വാസം കേട്ടോ. അതുകൊണ്ട് അറിഞ്ഞതേയില്ല, അങ്ങ് കഴിച്ചുകൊണ്ടേയിരുന്നു. അത് ഫുൾ കഴിഞ്ഞു. പിന്നെ വേദയ്ക്ക് വേറെ എടുത്തു കൊടുത്തു കേട്ടോ. അങ്ങനെ ആ ഗ്രേപ്സ് എല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് മീൻ കൊണ്ടുവരുന്ന ആൻറ്റി ഇവിടെ കിടന്ന് ഹോൺ അടിക്കാൻ തുടങ്ങി. എന്ത് മീനെന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെയും മീനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് നെത്തോലി കഴിക്കാൻ കൊതി. എൻ്റെ അമ്മ നമ്മുടെ പപ്പിയെ പറഞ്ഞ പോലെ കേട്ടോ, നെത്തോലിയൊന്നും ഇങ്ങനെ കഴിക്കത്തില്ല, ചെറിയ മീൻ കഴിക്കത്തില്ല, വലിയ മീൻ മാത്രമേ കഴിക്കത്തുള്ളൂ. പക്ഷേ എന്തോ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കൊതിയെന്ന്, നെത്തോലി കഴിക്കാനായിട്ട് കൊതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൻറ്റിയുടെ നെത്തോലി വാങ്ങുക കേട്ടോ. അപ്പോൾ അവർ തന്നെയാണ് ക്ലീൻ ചെയ്ത് തരാണ്. ഇത് ആൻറ്റിയുടെ മരുമകനാണ്, ഇത് ഫ്രെഡി എന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് അയ്യോ വീഡിയോ എടുക്കുകയാണ്, ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാവരും ചോദിക്കും വീഡിയോ കണ്ടല്ലോ എന്നൊക്കെ ഞാനിപ്പോൾ എന്താ നിങ്ങളിപ്പോൾ യൂട്യൂബ് താരങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആൻറ്റി കൊണ്ടുവരുന്ന ഫിഷ് ഉണ്ടല്ലോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ്. കുറച്ച് വില കൂടുതലാണ്. ആൻറ്റി കേൾക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ, ആൻറ്റി കാണുന്നുണ്ടാവില്ല, ഫ്രെഡി ചേട്ടൻ കാണുന്നുണ്ടാവും, പക്ഷേ കുറച്ച് വില കൂടുതലാണ്. എങ്കിലും നല്ല ഫ്രഷ് ഫിഷ് കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് ഇവരെന്ന് തന്നെയായിരിക്കും മിക്കവാറും കൂടുതൽ വാങ്ങുന്നത്. നമ്മുടെ അമ്മ അച്ചാറിട്ട് കൊടുക്കുന്നതെല്ലാം ഈ ആൻറ്റിയുടെ ആയിരിക്കും കൂടുതലും ഫിഷ് വാങ്ങിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. ആൻറ്റി തന്നെയാണ് മീൻ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തൊക്കെ തരാറ്. അപ്പോൾ അങ്ങനെ നെത്തോലി മീൻ വാങ്ങുകയാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയുക? കൊഴുവ എന്ന് പറയുമല്ലേ? കൊഴുവ, നെത്തോലി, ഇവിടെ നെത്തോലി എന്നാണ് പറയുന്നത്. അങ്ങനെ നെത്തോലി എല്ലാം ക്ലീൻ ചെയ്ത് വാങ്ങിയ ശേഷം വേദയ്ക്ക് പഠിക്കാൻ പറഞ്ഞിട്ട് നാളെ എക്സാം ഉണ്ട്. പഠിക്കാൻ സ്റ്റഡി ലീവ് ഒന്നുമില്ല, നാളെ തന്നെ എക്സാം ഉണ്ട്. അപ്പോൾ പഠിക്കാൻ പറഞ്ഞപ്പോൾ കേൾക്കാണ്ട് ഇങ്ങനെ പട്ടിയോട് കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് കളിച്ചിട്ട് പോട്ടെന്ന് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ആ ദേഷ്യത്തിരുന്ന് കൊഞ്ഞണം കുത്തുക കേട്ടോ. അപ്പോൾ അമ്മയുടെ വിരൽ അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് ഇടുന്നുണ്ട്. അമ്മയുടെ വിരൽ പൂർണ്ണമായിട്ടും ഓക്കെ ആയി, പക്ഷെ പെയിൻ ഉണ്ട് കേട്ടോ. എങ്കിലും അതിൽ നഖമൊക്കെ പൊടിച്ച് വരുന്നുണ്ട്. ഞങ്ങൾ കരുതി നഖമൊന്നും ഇനി പൊടിക്കത്തുണ്ടാവില്ലെന്നാണ് കരുതിയത്, പക്ഷേ നഖമെല്ലാം പൊടിച്ചു വന്നു. അതുകൊണ്ട് അമ്മ ഭയങ്കര ഹാപ്പി. നഖം പൊടിച്ചു വന്നുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നഖം പൊടിക്കില്ല എന്നാണ് കരുതിയത്, പക്ഷേ വേദനയൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. ചെറിയൊരു ചരിവൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ലെന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. ഇത്രമേലായില്ലേ, കട്ടായി പോയ ഫിംഗറിന് ഇത്രയും നീറ്റായിട്ട് നഖത്തോടും ഒക്കെ ഇവിടെയൊക്കെ കിട്ടുമെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, ആലപ്പുഴയിൽ നിന്ന് വിപിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു ചെറിയൊരു വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ബിസിനസ് ഉണ്ട്, കൊണ്ട് തന്നാൽ ഒരു ബോട്ടിൽ തന്നാൽ യൂസ് ചെയ്ത ശേഷം റിവ്യൂ ഇടാൻ പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ വിപിൻ ഇത് കുറച്ച് ദിവസം മുന്നേ കൊണ്ട് തന്നതാണ്. ഇത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തു, നല്ല കിടിലം സാധനം കേട്ടോ. നമുക്ക് ടാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ അതിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ ഷർട്ടൊക്കെ ഇട്ടിട്ട് സ്ലീവ് രണ്ട് സ്ലീവ് ഉള്ളിടം വൈറ്റായിട്ടും ഇല്ലാത്ത സ്ഥലം ബ്ലാക്കായിട്ടും സൺ ടാൻ അടിച്ചിരിക്കില്ലേ, ആ പോർഷനിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. ആ ടാനെല്ലാം മാറി നമ്മുടെ ആദ്യത്തെ സ്കിന്നിൻ്റെ കളർ വരുന്നുണ്ട്. നല്ല കിടിലം പ്രോഡക്റ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിപിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. മാതാ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നാണ് കേട്ടോ വിപിൻ്റെ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തേക്കാം. ഈ ബോട്ടിൽ കാലിയായിട്ടുണ്ട്. നല്ല ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നല്ല കിടിലൻ സാധനമാണ്. ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. മാതാ വെർജിൻ കോക്കനട്ട് ഓയിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. പൊതിച്ചോറെല്ലാം കഴിച്ചു, അടിച്ച് പൊളിച്ചു സന്തോഷമായിട്ട് ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ മുന്നേ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാമേ. ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ചിലപ്പോൾ കൂതി വരും. കൂതി വന്നിട്ട് നാളെ നിങ്ങളുടെ ലഞ്ച് പൊതിച്ചോറായിരിക്കും. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.